നാം ഇപ്പോൾ ജ്യോതിർധ്യാനം ആരംഭിക്കുന്നു. നമ്മുടെ മുൻപിൽ മെഴുകുതിരിയിൽ ഒരു തീനാളം അഥവാ ജ്യോതി ജ്വലിച്ചു നിൽക്കുന്നു. ആ ജ്യോതി അതീവ പ്രഭയാർന്നതും ചലനരഹിതവുമാണ്. നമുക്കിപ്പോൾ നട്ടെല്ല് നിവർന്ന് കൈകൾ രണ്ടും മടിയിൽ വെച്ച് സ്വസ്ഥമായി ഇരിപ്പുറപ്പിക്കാം. ശരീരത്തിലെ ഓരോ ഭാഗവും വിശ്രാന്തി അനുഭവിക്കുന്നു, റിലാക്സ് ചെയ്യപ്പെടുന്നു. ആദ്യം മുഖത്തിലെ മസിലുകൾ, ഇപ്പോൾ തോൾ ഭാഗത്തിലെ മസിലുകൾ, നെഞ്ചിലെ മസിലുകൾ, പാദങ്ങളെല്ലാം വിശ്രാന്തി അനുഭവിക്കുന്നു. നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഒരു മന്ദഹാസം കൊണ്ടുവരുന്നു. നാം ഇപ്പോൾ ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. വളരെ ശാന്തമായി ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസത്തെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ സോ എന്നും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്നും മനസ്സുകൊണ്ട് ഉരുവിടുക. സോഹം എന്നാൽ ബ്രഹ്മം ഞാനാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ ആരെയാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞാനാകുന്നു, ഞാൻ അനശ്വരനാകുന്നു. ഒന്ന് ദീർഘമായി ശ്വസിക്കുക. സാവധാനത്തിൽ ഉച്ഛ്വസിക്കുക. സോ ഹം സോ ഹം സോ ഹം. നാം ഇപ്പോൾ ശ്വാസത്തോടൊപ്പം ദിവ്യസ്നേഹവും ദിവ്യഭാവവും അകത്തേക്കെടുക്കുന്നു. ഉച്ഛ്വസിക്കുമ്പോൾ അഹന്തയും ലോകവാസനകളും പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിയിലേക്ക് കേന്ദ്രീകൃതമാകുന്നു. ജ്യോതി ചലനമില്ലാതെ ജ്വലിച്ചു നിൽക്കുന്നു. ഇത് പ്രേമജ്യോതിയാകുന്നു, ജ്ഞാനജ്യോതി, സ്നേഹപ്രകാശം, ജ്ഞാനപ്രകാശം. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഏകാഗ്രമാകുന്നു. ഈ നിമിഷത്തിൽ നാം ജ്യോതിയെ മാത്രമേ കാണുന്നുള്ളൂ.
മിഴികളടയുന്നതോടെ നാം ജ്യോതിയെ നമ്മിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ നാം ജ്യോതിയെ നമ്മുടെ നെഞ്ചിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയ ഹൃദയത്തിലേക്ക് ജ്യോതിയെ ക്ഷണിക്കുന്നു. നാമാകുന്ന ചൈതന്യം കൊടികൊള്ളുന്ന ഹൃദയത്തിലേക്ക്, ഹൃദയമാകുന്ന കമലത്തിലേക്ക്. ഹൃദയത്തെ ഒരു താമരയായി സങ്കല്പിക്കുക. ഹൃദയ കമലം. ജ്യോതി ഹൃദയകമലത്തിൽ സ്പർശിക്കുന്നതോടെ കമലദളങ്ങൾ ഓരോന്നോരോന്നായി വിടരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹൃദയകമലം ചരാചര പ്രേമം കൊണ്ടും സർവഭൂതദയ കൊണ്ടും പൂരിതമാകുന്നു. ചരാചര പ്രേമവും സർവഭൂതദയയും സകല ചരാചരങ്ങളിലേക്കും അതിവേഗം വ്യാപനം ചെയ്യപ്പെടുന്നു. ജ്യോതിയുടെ മധ്യത്തിലായി ഇപ്പോൾ നാം നമ്മുടെ ഇഷ്ടദേവതയുടെ എന്ന് വച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവതയുടെ രൂപം ദർശിക്കാനാകുന്നു. ഹൃദയം ഇപ്പോൾ ദിവ്യപ്രകാശത്താൽ വ്യാപനം ചെയ്യപ്പെടുന്നു. ജ്യോതി ഇപ്പോൾ ദിവ്യപ്രേമവും കരുണയും സ്നേഹവും ദയയും കൊണ്ട് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ഹൃദയകമലത്തിൽ നിന്ന് ജ്യോതി കണ്ഠനാളത്തിലൂടെ വായുഭാഗം വരെ മുകളിലേക്ക് നീങ്ങുന്നു. ജ്യോതി ഇപ്പോൾ നാവിൽ വിശ്രമം കൊള്ളുന്നു. വായുഭാഗം വരെ ഇപ്പോൾ പ്രകാശം കൊണ്ട് പൂരിതമായിരിക്കുന്നു. നാവ് ഇപ്പോൾ സത്യം മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ. ഒപ്പം സ്നേഹമുള്ള വാക്കുകളും. രസനേന്ദ്രിയം ഇപ്പോൾ സാത്വികമായ ആഹാരം മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ജ്യോതി ശ്വസനേന്ദ്രിയം മുഴുവൻ സ്നേഹവും പ്രകാശവും കൊണ്ട് നിറയുന്നു. ജ്യോതി ഇപ്പോൾ മെല്ലെ മെല്ലെ ശ്വസനേന്ദ്രിയത്തിലൂടെ ദർശനേന്ദ്രിയങ്ങളിലേക്ക് നീങ്ങുന്നു. ജ്യോതി ആദ്യം ഇടത് ദർശനേന്ദ്രിയത്തിലേക്ക്, തുടർന്ന് വലത് ദർശനേന്ദ്രിയത്തിലേക്ക് നീങ്ങുന്നു. ദർശനേന്ദ്രിയങ്ങൾ രണ്ടും ഇപ്പോൾ വിശുദ്ധി കൊണ്ട് നിറയുന്നു. സുദർശൻ, ദിവ്യദർശനം. അടുത്തതായി ജ്യോതി വലത് ശ്രവണേന്ദ്രിയത്തിലേക്കും തുടർന്ന് ഇടത് ശ്രവണേന്ദ്രിയത്തിലേക്കും സഞ്ചരിക്കുന്നു. ഇപ്പോൾ ശ്രവണേന്ദ്രിയങ്ങളിൽ അവ ദിവ്യമാവുകയും അനുകൂലമായ ശബ്ദങ്ങൾ മാത്രം കേൾക്കുകയും ചെയ്യുന്നു. ശ്രവണേന്ദ്രിയങ്ങൾ ഇപ്പോൾ ദിവ്യമായ നാമങ്ങൾ മാത്രം ശ്രവിക്കുന്നു.
ഇപ്പോൾ നാം ജ്യോതിയെ ശിരോമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ശിരസ് മുഴുവൻ ദിവ്യപ്രകാശം കൊണ്ട് തിങ്ങി നിറയുന്നു. മനസ്സ് ഇപ്പോൾ ശുഭകരവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു. മെല്ലെ മെല്ലെ നാം ഇപ്പോൾ ജ്യോതിയെ കഴുത്തിലൂടെ വലത് തോളിലേക്ക് കൊണ്ടുവരുന്നു. ജ്യോതി ഇപ്പോൾ കൈ, കൈത്തണ്ട്, കൈപ്പത്തി എന്നിവയിലൂടെ ഓരോ വിരലിലേക്കും സഞ്ചരിക്കുന്നു. ഇപ്പോൾ ജ്യോതി ഇടത് തോളിലൂടെയും കൈ, മുൻകൈ, കൈത്തണ്ട്, കൈപ്പത്തി, വിരലുകൾ എന്നിവയിലൂടെ ഓരോന്നിലൂടെയായി മുന്നോട്ട് നീങ്ങുന്നു. കൈകൾ രണ്ടും ഇപ്പോൾ പ്രകാശത്താൽ നിറയുന്നു. കൈകളിപ്പോൾ പരിചരിക്കുന്നതിനും സേവനം ചെയ്യുന്നതിനുമുള്ള ഔത്സുക്യവുമായി ദിവ്യമായ ഊർജത്താൽ നിറയുന്നു. കൈകളിൽ നിന്ന് ജ്യോതി നെഞ്ചിലേക്ക് നീങ്ങുന്നു. ഹൃദയം, ശ്വാസകോശം, ഉദരഭാഗം എന്നിവയെ വിശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ ഉദരഭാഗം ദിവ്യപ്രകാശത്താൽ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നു. ഉദരഭാഗത്ത് നിന്ന് ജ്യോതി മെല്ലെ മെല്ലെ ഇടത് തൊടഭാഗത്തേക്കും കാൽവണ്ണയുടെ പേശികളിലേക്കും കാൽ വിരലുകളിലേക്കും സഞ്ചരിക്കുന്നു. ജ്യോതി വലത് തുടയുടെ ഭാഗം, കാൽവണ്ണയുടെ പേശികൾ, പാദം, കാൽവിരലുകൾ എന്നിവയെ ശുദ്ധീകരിക്കുന്നു. പാദങ്ങൾ രണ്ടും ഇപ്പോൾ ദിവ്യശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. പാദങ്ങൾ മനുഷ്യരാശിയെ സേവിക്കുന്നതിനും ദിവ്യമായ കർമ്മങ്ങൾ ഏറ്റെടുക്കാനുമുള്ള പ്രേരക ശക്തി കൈവരിച്ചിരിക്കുന്നു. പാദങ്ങളിൽ നിന്ന് ജ്യോതി നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തിലേക്ക് നീങ്ങുന്നു. അവിടെ നിന്നും മെല്ലെ മെല്ലെ നട്ടെല്ലിന് മുകളിലേക്ക് വരുന്നു. ജ്യോതി ഇപ്പോൾ നമ്മുടെ ഹൃദയകമലത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. മുഴുവൻ ശരീരഭാഗങ്ങളെയും പ്രകാശമാനമാക്കിക്കൊണ്ട്, ദിവ്യവൽക്കരിച്ചുകൊണ്ട്, സൃഷ്ടിയുമായി ഇടപഴകുന്നതിനുള്ള നമ്മുടെ പ്രാഥമിക മാധ്യമമായ ശിരസ് ഇപ്പോൾ ദിവ്യസ്നേഹവും പ്രകാശവും കൊണ്ട് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകാശം ഇപ്പോൾ എൻ്റെ ഉള്ളിലാകുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് ചൊരിയുന്ന ഈ ദിവ്യപ്രകാശം ഇപ്പോൾ എൻ്റെ അടുത്ത കുടുംബാംഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവരെ മുഴുവൻ സ്പർശിച്ച് ദിവ്യവൽക്കരിക്കുകയും ചെയ്യുന്നു. കൂടാതെ രക്ഷിതാക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, പ്രിയപ്പെട്ടവർ അവരെല്ലാം പ്രേമവും ദിവ്യസ്നേഹവും കൊണ്ട് നിറയപ്പെടുന്നു. കുടുംബാംഗങ്ങളെ കൂടാതെ അടുത്ത സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും നമ്മെ ഇഷ്ടപ്പെടുന്നവരെയും നമ്മളോട് ദയ കാണിച്ചിട്ടില്ലാത്തവരിലേക്ക് പോലും
ദിവ്യ ചൈതന്യം വലയം ചെയ്യുന്നു. സകല ചരാചരങ്ങളും ഈ അതിശക്തമായ പ്രകാശത്താൽ മൂടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രകാശം സമൂഹത്തിനും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ രാജ്യത്തിനും അപ്പുറത്തേക്ക് വ്യാപനം ചെയ്യപ്പെടുന്നു. കൂടാതെ ഈ ജ്യോതി ഇപ്പോൾ ഭൂപ്രദേശം, പുൽമേടുകൾ, വനങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, സമുദ്രം, മലകൾ, നദികൾ എന്നിവയെ ദിവ്യവൽക്കരിക്കുന്നു. സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ദിവ്യസ്നേഹത്താൽ നിറയപ്പെടുന്നു. ഭൂമണ്ഡലം മുഴുവൻ ദിവ്യപ്രകാശത്താൽ നിറയപ്പെടുന്നു. ഭൂമണ്ഡലം മുഴുവൻ പ്രേമവും ജ്ഞാനവും കൊണ്ട് സ്പന്ദിക്കുന്നു. ഞാൻ ഇപ്പോൾ പ്രകാശത്തിനുള്ളിലാണ്. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഞങ്ങളെ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് നയിച്ചാലും അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിച്ചാലും മരണത്തിൽ നിന്ന് ഞങ്ങളെ മരണമില്ലായ്മയിലേക്ക് നയിച്ചാലും സകല ചരാചരങ്ങൾക്കും ശാന്തിയുണ്ടാകട്ടെ. ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, അകത്തും പുറത്തുമുള്ള ഈ ദിവ്യജ്യോതി ഒന്നു തന്നെയാകുന്നുവെന്ന്. ഈ ജ്യോതി അഖണ്ഡ ജ്യോതിയാകുന്നു. അദ്വൈത ജ്യോതി, പ്രേമജ്യോതി. ഞാൻ ദിവ്യസ്നേഹമാകുന്നു. ഞാൻ പ്രകാശം തന്നെയാകുന്നു. ഞാൻ ആനന്ദസ്വരൂപമാകുന്നു. ഇപ്പോൾ രണ്ട് കൈകളും നിങ്ങൾ നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. രണ്ട് കൈപ്പത്തികളും വളരെ മൃദുവായി പരസ്പരം തലോടുക അഥവാ ഉരസുക, മൃദുവായി. അടുത്തതായി കൈപ്പത്തികൾ രണ്ടും കണ്ണുകളുടെ മുകളിലായി വയ്ക്കുക. ഇനി മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കുക. ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിജ്വാല എന്നേക്കുമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. പ്രതിഷ്ഠാകർമ്മം. ഈ ദിവസം സ്നേഹം കൊണ്ട് ആരംഭിക്കട്ടെ. ഇപ്പോൾ മുതൽ ഈ ദിവസം മുഴുവൻ സ്നേഹവും പ്രകാശവും കൊണ്ട് നിറയട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.